സംസാരിക്കണ്ടെന്നല്ലേ ഗന്ധർവൻ കത്തില് പറഞ്ഞത്? പ്രിയൻ ചേട്ടന്റെ കോൾ അറ്റൻഡ് ചെയ്താ ഗന്ധർവനത് ഇഷ്ടാവോ? മറ്റൊരു സ്ഥലത്ത് വന്നിട്ട് കോൾ എടുക്കാതിരിക്കുന്നതും ശരിയല്ല. ഹലോ, പാറു എവിടെയാ? ഞാനിവിടെ കുട്ടനാട്ടിലാ. കുട്ടനാട്ടിലോ? അവിടെ എന്താ പരിപാടി? ഇവിടെ ഒരു സൈക്കിൾ റേസ് ഉണ്ട്, അതിന് കുട്ടികൾക്ക് കോച്ചിങ് കൊടുക്കാൻ വേണ്ടി വന്നതാ. എന്നാലൊരു കാര്യം പറയട്ടെ. എന്താ? ഞാനും കുട്ടനാട്ടിലുണ്ട്. പ്രിയൻ ചേട്ടൻ എന്തിനാ കുട്ടനാട്ടില് വന്നത്? എന്നെ പഠിപ്പിച്ച മാഷിന്റെ മകന്റെ കല്യാണ. മാഷ് പ്രത്യേകം പറഞ്ഞിരുന്നു 2-3 ദിവസം മുന്നേ വരണമെന്ന്. ഇപ്പൊ മാഷിനെ കണ്ടിട്ടും കുറെ നാളായി, അതുകൊണ്ട് നേരത്തെ ഇങ്ങി പോകുന്നു. പാറു ഇപ്പൊ എവിടെയാ താമസം? കരയോഗ കമ്മിറ്റിക്കാര് എനിക്കൊരു വീടെടുത്ത് തന്നിട്ടുണ്ട്. ആണോ? പ്രിയൻ ചേട്ടാ, ഞാൻ വിളിക്കാം. കമ്മിറ്റിക്കാര് വന്നിട്ടുണ്ട്. ഓക്കെ, ശരി. താമസമൊക്കെ എങ്ങനെയുണ്ട് പാറു? കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. ആകാശിന് പാറുവിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഇങ്ങോട്ടുള്ള വഴി പറഞ്ഞു കൊടുത്തതാ, പക്ഷെ ഒറ്റയ്ക്ക് വരുന്നില്ല. ഞങ്ങളോടും കൂടെ വരണമെന്ന് പറഞ്ഞു. അതാ വന്നത്. ആകാശ് എന്താ കാണുന്നെന്ന് പറഞ്ഞേ? 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇന്നലെ നടന്ന സംഭവത്തില് അയാൾ എന്നെ മാത്രമല്ല ഇനി പാറുവിനെയും ടാർഗറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. 2, എന്റെ ചേട്ടന്റെയും കാക്കോത്തിയുടെയും കല്യാണം വിളിക്കണം. ഓ സോറി, ചാരുവിനെ കുട്ടിക്കാലം മുതലേ ഞാൻ അങ്ങനെയാ വിളിക്കുന്നേ. ചെറുപ്പത്തിൽ അവള് കാക്കക്കുടിഞ്ഞ് കല്ലെറിഞ്ഞു. അതിനുശേഷം അവളെ എവിടെ വെച്ച് കണ്ടാലും ഒരു കാക്ക കൊത്താൻ തുടങ്ങി. അങ്ങനെ വീണ പേരാ. അത് കൊള്ളാലോ, പേര് വന്നൊരു കഥ. എനിക്ക് കാക്കോത്തിയെ അല്ല, എനിക്ക് ചാരുണെന്ന് പരിചയപ്പെടണമെന്നുണ്ട്. അതിനെന്താ, പരിചയപ്പെടാലോ. ഇപ്പൊ വേണമെങ്കിൽ പോ. അല്ല വേണ്ട, വഴി പറഞ്ഞാ മതി, ഞാൻ വന്നാളാം. മോളെങ്ങനെ പോവും? അതിനല്ലേ പിള്ളേച്ചേട്ടാ സൈക്കിളുള്ള. പാറുവിന് എന്തിനാ വണ്ടി? സൈക്കിളല്ലേ പാറുവിന്റെ വാഹനം. ഈ സൈക്കിളിനോടുള്ള ക്രൈസ് കുട്ടിക്കാലം മുതലേ ഉള്ളതാണോ? അതെ, ഒരുപാട് കോമ്പറ്റീഷനിലൊക്കെ എനിക്ക് കപ്പൊക്കെ കിട്ടിയിട്ടുണ്ട്. അതല്ലേ തിരുവനന്തപുരത്ത് നിന്ന് കുട്ടനാട് വരെ എത്തിയത്. പാറു, പാറു സൂക്ഷിക്കണം. രുദ്രൻ ഈ നാട് വിട്ടു പോയിട്ടുണ്ടാവില്ല. അവൻ ഇവിടെ എന്നെ കണ്ടതുകൊണ്ട് ഒരിക്കലും പോവില്ല. പാറു, എന്തായാലും കല്യാണത്തിന് വരണം. അത് മാത്രമല്ല, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. എന്ത് റിക്വസ്റ്റ്? കല്യാണമായിട്ട് വീട്ടില് എല്ലാരും ഒത്തുകൂടിയിരിക്കുക. പാറുവിന് അവിടെ വന്ന് നിന്നാ അത് കുറച്ചുകൂടി സേഫ് അല്ലേ? ഇവിടെ ഒറ്റയ്ക്ക്. ശരിയാ പാറു, ആ സംഭവത്തിന് ശേഷം ഞങ്ങൾക്കും ചെറിയ പേടിയുണ്ട്. അവനെ പേടിച്ചോടാൻ നിന്നാ അതെവിടെ വരെ ഓടണമെന്ന് അവൻ തീരുമാനിക്കും. അവനെ എനിക്ക് പേടിയില്ല. ജീവിതത്തില് എല്ലാം ഒറ്റയ്ക്ക് ധൈര്യത്തോടെ നേരിട്ടിട്ടുണ്ട് ഞാൻ ഇതുവരെ. നല്ല ധൈര്യമുള്ള കൂട്ടത്തിലാണല്ലേ. ഇന്നലത്തെ ഫൈറ്റിൽ നിന്ന് തന്നെ മനസ്സിലായി. പാറു, എന്നാലും സൂക്ഷിക്കണം. ആകാശ് പേടിക്കണ്ട, ഞാൻ ഓക്കെ. ഓക്കെ, എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി. എന്താവശ്യം വന്നാലും വിളിക്കണം കേട്ടോ. ശരി ശരി.
ആ ബാബുക്കുട്ട, ഇവിടെ കല്യാണത്തിരക്ക് തുടങ്ങി. ഇവിടെ വിരുന്നുകാരൊക്കെ വന്നോണ്ടിരിക്കാന്നേ. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, നിന്റെ പ്ലാൻ എന്താണെന്ന് ഇതുവരെ പറഞ്ഞില്ലല്ലോ. എടാ, ഓരോ ദിവസം കഴിയുന്തോറും ഇവിടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ആയിട്ട് തിരക്ക് കൂടിക്കൊണ്ടിരിക്കുക. അതിനിടയിൽ നീ അരവിന്ദനെ എങ്ങനെയാ മാറ്റുന്നേ? ഇതൊക്കെ കൂടെ ആലോചിച്ചിട്ട് എനിക്ക് തല പെരുക്ക. അമ്മായി ടെൻഷൻ ആവാതെ. ദേ, ഇന്നൊരു ദിവസം കൂടി എനിക്കിതാ. അത് കഴിഞ്ഞ് ഞാൻ എല്ലാം പറയാം. അമ്മായി അരവന്തരും ഞാൻ പറയുന്നതനുസരിച്ച് ഒന്ന് നിന്ന് നിന്നാ മാത്രം മതി. നീ എന്നെ പെട്ടെന്ന് വിളിക്കുമല്ലോ അല്ലേ? വിളിക്കും. അമ്മായി ധൈര്യമായിട്ടിരിക്കും. ശരി ശരി. പ്ലാൻ എന്താണെന്ന് ബാപ്പുട്ടി ഇതുവരെ പറഞ്ഞില്ലടാ. അവസാനം അവിടെ എന്റെ തലല്ലാവുന്ന ലക്ഷണം ഞാൻ കാണുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കല്യാണ ദിവസം നീട്ടിക്കൊണ്ട് പോകണതിനാ ഞാൻ ഇപ്പോഴെങ്ങ് മുങ്ങിയാലോ? ബെസ്റ്റ്. നമ്മളെ രണ്ടുപേരും വെച്ചേക്കില്ല. എടാ, കല്യാണം നടക്കാതെ ആവുമ്പോ നമുക്കെല്ലാം ബാബുക്കുട്ടിന്റെ തലയിൽ അങ്ങോട്ട് വെച്ച് ചാരാം. മനസ്സിലായോ? എടാ, അപ്പോ നീ ഞാൻ സേഫായേ? അമ്മേ, ഇത് പറഞ്ഞപ്പോ എളുപ്പം കഴിഞ്ഞു. ഓരോ ദിവസവും ഞാൻ അനുഭവിക്കുന്ന ടെൻഷനേ അമ്മയ്ക്ക് അറിയില്ല. അവളുടെ മുന്നിൽ പോയി അഭിനയിക്കണം. ഓഫ്, അത് തന്നെ എനിക്കെന്തൊരു ഇറിറ്റേഷൻ ഉണ്ടാക്കണം അമ്മയ്ക്ക് അറിയൂ. എടാ, ചുമ്മാ കാശ് സ്വത്തൊന്നും കിട്ടാൻ പോകുന്നില്ല. അത് ഇപ്പോഴേ ഞാൻ ഉറപ്പ് പറഞ്ഞേക്കാം. അതെ, ഇപ്പൊ നിന്റെ കയ്യിൽ എത്ര ലക്ഷം രൂപ വന്നു? അതൊരു 30 ലക്ഷം രൂപ. ഇനി നീ എത്ര നാള് തലകുത്തി മറിയണം ഈ 30 ലക്ഷം രൂപ ഉണ്ടാക്കാൻ? അതൊരു 6 മാസം. എടാ, കണ്ണി കണ്ട ഫൈനാൻസുകാരുടെ അടുത്ത് പോയി ലോൺ എടുക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. സ്വന്തമായിട്ട് നിന്റെ അക്കൗണ്ടിൽ ഡിപ്പോസിറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യമാണ് ചോദിച്ചത്. അതിന് ബിസിനസ് നടത്തണം, അപ്പൊ പെട്ടെന്ന് കിട്ടും. എടാ, നീ ഇതുവരെ എത്ര ബിസിനസ്സാ തുടങ്ങിയത്? നിന്റെ അച്ഛന്റെ ലക്ഷങ്ങൾ പോയതല്ലാതെ നിന്റെ പോക്കറ്റിൽ ഒരു ഒറ്റ രൂപ നാണയെങ്കിലും വന്നിട്ടുണ്ടോ? ഉണ്ടോന്ന്? അതില്ല. എടാ, ദേ, ഇപ്പൊ കണ്ടില്ലേ നമ്മളിങ്ങനെ വെറുതെ നിന്നു കൊടുത്തപ്പോ തന്നെ എത്ര ലക്ഷങ്ങൾ വന്നു. എടാ, ഈ സ്വത്ത് കിട്ടിയാലേ ഇതെല്ലാം നിനക്ക് മാത്രമുള്ളതാ. എന്റെ മക്കളെ അമ്മ പറയുന്നത് ചെയ്യില്ലേ? അല്ല മാം, കല്യാണ ദിവസം ഞാനിങ്ങ് മാറിക്കഴിഞ്ഞാലേ പിന്നെ അച്ഛനും ആകാശവും ഒക്കെ ഇവിടെയുള്ള എല്ലാവരും എന്നെ ഒരു ശത്രുവായിട്ട് കാണൂലേ? എന്റെ ഫ്യൂച്ചർ എന്താവും അമ്മ വിചാരിക്കുന്നത്? ഒരു കള്ളനെ പോലെ ഞാൻ എവിടെയെങ്കിലും ഏതെങ്കിലും നാട്ടിൽ പോയി ഒളിച്ചു കഴിയേണ്ടി വരില്ലേ? എടാ, ഒളിച്ചു കഴിയാൻ നീ മോഷണമൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഉണ്ടോ? ഇഷ്ടമല്ലാത്തൊരു കല്യാണത്തിൽ നിന്ന് നമ്മൾ പിന്മാറി. എടാ മോനെ, നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ കല്യാണത്തിന് സമ്മതിച്ചോണ്ടല്ലേ ഈ സ്വത്തും കാശൊക്കെ മോന് കിട്ടിയത്? നിന്റെ കടങ്ങളൊക്കെ വീട്ടിയോ? നിന്റെ അച്ഛൻ നിന്നെ മോനേന്ന് വിളിച്ചു തുടങ്ങിയോ?